അതായത് കോടിക്കണക്കിന് ലാഭത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്തുകൾ എന്നാണ് പറയുന്നത്. നിങ്ങൾ കമ്പനിയാണോ? ഒരിക്കലും അല്ല. എന്നിട്ട് അതേ സ്ഥലത്ത് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു സാബുവും ജേക്കബിന്റെ പാർട്ടിയും പറയുന്ന ഈ കോടികളുടെ കണക്ക് തെറ്റാണ്, അത് ലാപ്സാക്കിയ തുകയാണ് എന്ന് ഒരു സെക്രട്ടറി പറയുമ്പോഴും ആ സെക്രട്ടറിയെ കമ്മിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ സാബുവും ജേക്കബ് എത്രത്തോളം മോശമായ തരം താഴ്ന്ന ഒരു കളിയാണ് അയാൾ കളിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സാബു പറയുന്നത് പോലെ അയാൾ ഭരിക്കുന്ന ഇടങ്ങളൊക്കെ സ്വർഗങ്ങളായിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബുവിന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് സാബുവിന്റെ പഞ്ചായത്തുകൾ പോലും, സാബു ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോലും വേണ്ട ആ സ്ഥാനാർത്ഥി എന്ന് വിധി എഴുതിയത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം പുതിയ പഞ്ചായത്തുകൾ, അതായത് സാബുവും ജേക്കബ് പിടിച്ച പുതിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മനസ്സിലായി അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കൊടിയ വിഷമാണെന്ന്. നമസ്കാരം പ്രേക്ഷകരെ, തുടക്കം തന്നെ പറയട്ടെ, കുറച്ച് ദൈർഘ്യം കൂടിയ ഒരു വീഡിയോ ആണ്. നിർബന്ധമായും നിങ്ങൾ ഇത് മുഴുവനായി കാണാൻ ശ്രമം നടത്തുക. ഒപ്പം ഈ വാർത്ത ഷെയർ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളൂ. കേരള ന്യൂസ് 60യോട് പലരും വിളിച്ചു ചോദിക്കുന്നു എന്താണ് 2020 സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലെന്ന്. മാത്രമല്ല ചില ആളുകൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് 2020 സാബുവും ജേക്കബിനെതിരെ നിരന്തരം നിങ്ങൾ വാർത്ത ചെയ്യുന്നത്. മറ്റു ചിലർ ചോദിക്കുന്നു ഇത് LDF ചാനലാണോ UDF ചാനലാണോ, അങ്ങനെ ഒക്കെ പോകുന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയുമായാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ തിരഞ്ഞെടുപ്പിൽ 2020 സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം പറയാം. നമ്മുടെ ഈ ചാനലും ചാനൽ പ്രവർത്തകരും കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഒരു യാത്ര നടത്തുകയും ആ യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടെത്തിയതും അതിനു മുമ്പ് കണ്ടെത്തിയതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വെച്ചുകൊണ്ടാണ് നിങ്ങളുമായി ഇന്ന് സംവദിക്കുന്നത്. അതായത് 2020 ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കനത്ത പ്രഹരം, കനത്ത പരാജയം നേരിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതെങ്ങനെ എന്നുള്ള കാര്യം ഞാൻ പറയാം. കിഴക്കമ്പലം പഞ്ചായത്ത് തന്നെ നമുക്ക് എടുക്കാം. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ 2020 സീറ്റിൽ ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും അത് സാബുവും ജേക്കബിനും 2020 തിരിച്ചടിയാണ്. അങ്ങനെ പല പഞ്ചായത്തുകളിലും അങ്ങനെ ഒരു സീറ്റെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഒരു പരാജയമായി നമുക്ക് കണക്കിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു സീറ്റ് ഒന്നുമല്ല പോകാൻ പോകുന്നത്. ചിലയിടങ്ങളിൽ പ്രതിപക്ഷം ഉണ്ടാകും എങ്കിൽ ചിലയിടങ്ങളിൽ പഞ്ചായത്തുകൾ പിടിച്ചടക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അത്തരമൊരു സന്ദർഭമാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയതെന്ന് ചോദിച്ചാൽ സാബുവും ജേക്കബ് നടത്തിയിട്ടുള്ള, മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പല ഗീർവാണങ്ങളുമാണ് സാബുവിന് തന്നെ കുരുക്കായി മാറിയത്. രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും എന്ന് പറഞ്ഞായിരുന്നല്ലോ സാബുവും ജേക്കബ് കളത്തിലേക്ക് ഇറങ്ങി വോട്ട് പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയവാദം മൊത്തം പ്രചരിപ്പിച്ചത്. അതിനുവേണ്ടി സാബുവും ജേക്കബ് പയറ്റിയ പൈറ്റിലുകൾ എന്തൊക്കെയാണ്? ഈ എല്ലാ വിഭാഗത്തിലും, അത് വ്യവസായികളിലും ഉണ്ടാകും, ഒരുപറ്റം ചില കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നടക്കം ഇവരെല്ലാം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പൊ സാബുവും ജേക്കബ് ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി വെച്ചുകൊണ്ട് ഒരുപാട് പല രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ സാബുവിനെ പോലെയാണ് മറ്റുള്ള വ്യവസായികൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോ സാബു എന്താണ് ചെയ്യുന്നത്? സാബു രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ജനങ്ങൾ അത് കേട്ടങ്ങ് ശരിയാണ് എന്ന രീതിയിലേക്ക് അങ്ങ് അത് വിശ്വസിക്കുന്ന സാഹചര്യം തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്നുള്ള എല്ലാം, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമടക്കമെല്ലാം നമുക്ക് നേടിത്തന്നത് ആരാണ്? സാബുവും ജേക്കബാണോ? സാബുവും ജേക്കബിന്റെ പാർട്ടിയാണോ? അല്ല, രാഷ്ട്രീയക്കാരാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കനത്ത പരാജയം രാഷ്ട്രീയക്കാർ നേരിടേണ്ടി വന്നല്ലോ. ആ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ കണ്ടോ? ഇല്ല. അതായത് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ സജീവമായി നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വീട്ടിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് നിങ്ങളെ സഹായിച്ചത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. അത് നമുക്ക് മറന്ന് പോകാൻ കഴിയില്ല. എന്നാൽ 2020 എന്താണ് ചെയ്തത്? 2020 ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെ ഇടപെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചത് നിങ്ങൾ ആരും മറന്നു കാണില്ല. ആ വയനാട് മഹാദുരന്തം സംഭവിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും യുവജന സംഘടനകളും ഒക്കെ തോളോട് തോൾ ചേർന്ന് അവിടെ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കാഴ്ച നമ്മൾ കണ്ടു, അല്ലെ? അവർക്ക് വീട് പണിയാൻ വേണ്ടി പല രീതിയിലുള്ള
പണം കണ്ടെത്തുന്നതിന് വേണ്ടി പല തൊഴിലുകൾ ചെയ്ത് പണം കണ്ടെത്തി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തി നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രാഷ്ട്രീയം പോലും നോക്കാതെ പലരും പൈസ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടു, അല്ലെ? അങ്ങനെ വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിയ ഒരു സർക്കാരിനെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഇടങ്ങളിലൊന്നും നമുക്ക് സാബുവും ജേക്കബിന്റെ പാർട്ടിയെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് കോവിഡ് സിറ്റുവേഷനിൽ കണ്ടിട്ടില്ല, പ്രളയ സമയത്ത് കണ്ടിട്ടില്ല, ഈ നാടിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലും കണ്ടിട്ടില്ല. അത് ആരും മറക്കരുത്. എന്നാൽ എന്താണ് സാബു പറയുന്നത്? എനിക്ക് ഒരു പഞ്ചായത്ത് നിങ്ങൾ തരുമ്പോൾ ആ പഞ്ചായത്തില് പ്രതിപക്ഷം പോലും ഉണ്ടാകരുത്. അങ്ങനെ പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ പറഞ്ഞതൊന്നും നടപ്പിലാക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലായിടങ്ങളിലും ആളുകൾ ജയിച്ചില്ലെങ്കിൽ ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ പറഞ്ഞാൽ സാബുവും ജേക്കബ് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പറയാതെ വയ്യ. അധികാരത്തിന് വേണ്ടി ഏതുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയും സംസ്കാരശൂന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അരാഷ്ട്രീയവാദിയെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. മൈക്ക് കെട്ടി ഇയാൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, എത്ര മോശമായിട്ടുള്ള പല പ്രസംഗങ്ങൾ, ഇതൊക്കെയാണ് സാബുവും ജേക്കബ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് നടത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, അല്ലെങ്കിൽ എന്ത് പറയണം, അവരുടെ മുമ്പിൽ എന്ത് പറയരുത് എന്നതിനെ പറ്റി ഉത്തമ ബോധ്യമുള്ളവരാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ. എന്നാൽ ഈ സാബുവും ജേക്കബ് ആകട്ടെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അയാൾ പറയുകയാണ്. അതിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? അശ്ലീലം കാണാൻ സാധിക്കും, സംസ്കാര ശൂന്യത കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ജാതി അധിക്ഷേപം കാണാൻ സാധിക്കും. അങ്ങനെ സാബുവും ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ലല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ കൂടി ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു കിഴക്കമ്പലത്ത്. ഈ 10 വർഷം കൊണ്ട് സാബുവും ജേക്കബിന്റെ പാർട്ടിക്കും എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഓരോ വീട്ടിലുള്ള ജനങ്ങളും വളരെ വ്യക്തമായി തന്നെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അയാൾ ഈ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ എന്താണ് ചെയ്തത് അതെല്ലാം വീഡിയോ എടുത്ത് അതൊക്കെ അയാൾ സേവ് ചെയ്തിട്ടിരിക്കുകയാണ് PR വർക്കിന് വേണ്ടി. അന്ന് ഒരുപാട് മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് ഇയാൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഞാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം അയാൾ ഒന്നും ചെയ്തിട്ടില്ല. 10 വർഷത്തിന് ശേഷം, അതായത് ഇത് കഴിഞ്ഞ് ഇവർ അധികാരത്തിൽ വന്ന ശേഷം ഒരു പഞ്ചായത്തിലും ഒന്നും തന്നെ ഒരു പുതിയ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പച്ചയായിട്ടുള്ള വസ്തുതയാണ്. എന്നിട്ട് ഇയാൾ എന്താണ് പറയുന്നത്? അതായത് കോടിക്കണക്കിന് ലാഭത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്തുകൾ എന്നാണ് പറയുന്നത്. ഇതൊരു കമ്പനിയാണോ? ഒരിക്കലും അല്ല. എന്നിട്ട് അതേ സ്ഥലത്ത് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു സാബുവും ജേക്കബിന്റെ പാർട്ടിയും പറയുന്ന ഈ കോടികളുടെ കണക്ക് തെറ്റാണ്, അത് ലാപ്സാക്കിയ തുകയാണ് എന്ന് ഒരു സെക്രട്ടറി പറയുമ്പോഴും ആ സെക്രട്ടറിയെ കമ്മിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ സാബുവും ജേക്കബ്. എത്രത്തോളം മോശമായ തരം താഴ്ന്ന ഒരു കളിയാണ് അയാൾ കളിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢിയാക്കാൻ കഴിയുമെന്ന് സാബുവും ജേക്കബ് കരുതരുത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ സാബുവും ജേക്കബ് ഈ പറയുന്ന പല കാര്യങ്ങളും, ആ കാര്യങ്ങളൊക്കെ അതുപോലെ വിഴുകുന്നവരാണ് ജനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളെ അങ്ങനെ എക്കാലത്തും കഴുതുകളാക്കാമെന്ന് താങ്കൾ കരുതരുത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ എത്രയധികം ആളുകളാണ് ഇയാളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു പോയത്. ഇവരൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയ ഇന്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരിക്കലും ഇയാൾ വി എന്ന് പറയില്ല, ഐ എന്ന് മാത്രം, ഞാൻ ഇത് മാത്രമാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഏകാധിപത്യം സഹിക്കാൻ കഴിയാതെയാണ് പലരും ആ പാർട്ടി വിട്ടു പോകുന്നത്. പാർട്ടി വിട്ടു പോകുന്ന ആളുകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അതുപോലെ എത്ര സംഭവങ്ങൾ. ഇത് നോക്കൂ, അയാൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വീടുകളിലും കൊടുക്കുന്ന ഒരു മാഗസീനാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ദ റിയൽ കേരള സ്റ്റോറി എന്നാണ്. സത്യത്തിൽ ദ റിയൽ ഒരു കല്ലുവെച്ച നുണ നിറച്ച ഒരു സ്റ്റോറിയാണ് 2020 ദ റിയൽ നുണക്കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെരുന്നുണയാണ്. ചില കാര്യങ്ങളൊക്കെ ഇയാൾ പാർട്ടി ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ്, അതായത് പഞ്ചായത്ത് പിടിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. ഇത് കിഴക്കമ്പലം പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? കിഴക്കമ്പലം പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിരിക്കും. ഈ പുസ്തകം നിങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റു പല പഞ്ചായത്തുകളിൽ കൊടുക്കുന്നു. ഇനി മറ്റുള്ള പഞ്ചായത്തുകളും അയാൾ പിടിക്കാൻ വേണ്ടിയുള്ള നുണപ്രചനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ മാഗസീനുമായി. MLA റോഡുകൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാഴ്ച. മാത്രവുമല്ല ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണാൻ കഴിയില്ല. കാരണം ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഒരു ചന്തയില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. അങ്ങനെ ഒരു പഞ്ചായത്തിന് കുറെ വർഷം ബാക്കിലേക്ക് നിർത്തിയിട്ടും ഇയാൾ പറയുന്നു തന്റെ പഞ്ചായത്ത് മികച്ച പഞ്ചായത്താണെന്ന്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് സാബുവും ജേക്കബ് പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ ആ പഞ്ചായത്ത് രാജ്യത്തിലെ തന്നെ
ഒന്നാമത്തെ പഞ്ചായത്തായിട്ട് മാറണ്ടേ, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒന്നാമത്തെ പഞ്ചായത്തായിട്ട് മാറണ്ടേ? എന്തുകൊണ്ടാകുന്നില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2020യും സാബുവും ചേക്കപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പെരുന്നുണയാണെന്ന്. ഫേസ്ബുക്കിൽ മാത്രമാണ് ഇയാളുടെ വികസനം, ഫേസ്ബുക്കിലൂടെ മാത്രമാണ് ഇയാളുടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ, ഈ വികസനങ്ങൾ കാണാൻ കഴിയുള്ളൂ. മറിച്ച് ആ നാട്ടിൽ പോയി നമുക്ക് പരിശോധിച്ചാൽ ഇതൊന്നും കാണാൻ കഴിയില്ല. കിഴക്കമ്പലത്തിന് പുറത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അദ്ദേഹം കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പഞ്ചായത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് എത്ര പഞ്ചായത്തുകൾ അയാൾ പിടിച്ചു? ഐക്യർനാട്, മഴുവന്നൂര്, കുന്നത്തുനാട്, ഈ പഞ്ചായത്തുകളൊക്കെ ഇയാൾ പിടിച്ചിട്ടേ ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നോ? ഇല്ലേ ഇല്ല. മാത്രവുമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതില്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംവാദ പരിപാടിക്ക് ആരെങ്കിലും വിളിച്ചാൽ, എന്നിട്ട് ഞങ്ങൾ പോലും വിളിച്ചിട്ട് ഇയാൾ പങ്കെടുക്കാൻ തയ്യാറായില്ല. കാരണം ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ സംവാദ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ടീം പറഞ്ഞത് നേരത്തെ മുൻകൂട്ടി ചോദ്യങ്ങൾ തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ മുമ്പിൽ വന്ന് പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന ഒരു നേതാവ് ഫേസ്ബുക്കിൽ ഇരുന്ന് എന്തും പിച്ചും പേയൊക്കെ വിളിച്ചു പറയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ഗോഡ്സ് വില്ല, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണല്ലോ ഇദ്ദേഹം പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ. ഇത് എങ്ങനെ വന്നു? ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് പണിതത് എന്നുള്ള കാര്യം സാബുവും ചേക്കപ്പും തന്നെ സംബന്ധിച്ച വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി അത്രയും പൈസ ഉപയോഗിച്ച് മാത്രം വീട് പണിയാൻ കഴിയുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പല വ്യവസായികളും അതിനുവേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാബുവും ചേക്കപ്പ് എന്ത് ചെയ്തു? തന്ത്രപരമായി 2020 ഗോഡ്സ് വില്ല എന്ന പേരും കൊടുത്ത് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ചില സിംഗിടികളെയും വെച്ച് അത് വലിയ വാർത്തയാക്കി പ്രചരിപ്പിക്കുകയാണ്, വ്യാജ പ്രചരണം നടത്തുകയാണ്. സത്യത്തിൽ അവിടെ താമസിക്കുന്ന ചെറിയ ആളുകൾക്ക് നമ്മൾ വിളിച്ചു കേട്ടോ, സങ്കടം തോന്നിപ്പോയി. ഇയാൾ എന്താണ് പറയുന്നത്? അതായത് കന്നുകാലി തൊഴുത്തിൽ കിടന്ന ആളുകൾ എന്ന രീതിയിൽ ആക്ഷേപിക്കുകയാണ് ആ ഗോഡ്സ് വില്ലയിലുള്ള ആളുകളെ. പലപ്പോഴും നമുക്ക് വിഷമം വരികയാണ്. വോട്ട് ചോദിച്ചു ചേരുന്ന പല സ്ഥാനാർത്ഥികളും പറയുന്നു, സാറേ പഴയ സന്തോഷം കാണുന്നില്ല, ചെയ്യുമോന്നറിയില്ല, ചിലപ്പോ ഒരു വോട്ട് കിട്ടും, ചിലപ്പോ 2 വോട്ട് കിട്ടും എന്നൊക്കെ. അതുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാന് 40 വില്ലകള്, അതായത് മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് കിടന്ന ആളുകളെ, ലക്ഷം വീട് കോളനിക്കാരെ വില്ലകളാക്കി മാറ്റി 14 ലക്ഷം രൂപ വെച്ചിട്ട് 72 വീടുകളാ പണിത്. ഇന്ന് ഞാന് ഞാറൂരിലെ വില്ലേജ് ചെല്ലുമ്പോ പല വീടുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്നു വീടുകള്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എവിടെയായി? ഇതിലും വല്ല വിഡ്ഢിത്തരമുണ്ടോ എന്ന്. അതാണ് രാഷ്ട്രീയക്കാർ ഇവിടെ വളരുന്നത്. കാരണം അവർക്കറിയാം ഏത് രീതിയില് ഈ നാടിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുക? അതായത് ഇയാൾക്ക് കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, ഒരു ബോർഡ് വെച്ചതിന്റെ പേരിൽ അവരെല്ലാം എന്റെ അടിമകളാണെന്ന മനോഭാവത്തോടെയല്ലേ ഇയാൾ സംസാരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ഒരാൾ, അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്നെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു കേട്ടോ. വളരെ സങ്കടത്തോടെ അയാൾ പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടിമയല്ല, അയാൾ ഞങ്ങളെ പലയിടങ്ങളും അധിക്ഷേപിക്കുകയാണെന്നാണ് പറഞ്ഞത്. സാബുവും ചേക്കപ്പിന് ഇത്തരം കാര്യങ്ങൾ, 2020യുടെ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ പല വാർഡ് മെമ്പർമാരെയും ഒന്നും കാണാനേ കിട്ടുന്നില്ല. ഇതൊക്കെ നോക്കുന്നത് വാർഡ് കോർഡിനേറ്റർമാരാണെന്ന് പറഞ്ഞത് രാജിവെച്ച പല ആളുകളുമാണ്. മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അഡ്വക്കേറ്റ് പി വി ശ്രീനിധൻ എം.എൽ.എ നിരന്തരം ഇയാളെ പല പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചില്ലേ? ആ വെല്ലുവിളി ഏതെങ്കിലും സാബുവും ചേക്കപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായോ? അവസാനം ബെന്നി ബെഹനാനെ ഇയാൾ വെല്ലുവിളിച്ചു. 1 രൂപയുടെ അഴിമതി കാണിച്ചു തരികയാണെങ്കിൽ പാർട്ടി പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. എന്നാൽ 1 രൂപയുടെ അഴിമതിയല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി അഡ്വക്കേറ്റ് പി വി ശ്രീനിധൻ എം.എൽ.എ തുറന്നു കാട്ടിക്കൊണ്ട് ഇയാളെ വെല്ലുവിളിച്ചു. അയാൾ അതിൽ ഒരു രീതിയിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വെല്ലുവിളികളെ ഭയക്കുന്ന, അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ ഭയക്കുന്ന ഒരാളാണ് സാബുവും ചേക്കപ്പ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. 2020 BJP ബന്ധം ചർച്ച ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ സാബുവും ചേക്കപ്പിന്റെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കർഷകരെയും അതുപോലെ തന്നെ വ്യവസായികളെയും ഒക്കെ ദ്രോഹിച്ച 2020യുടെ കഴിഞ്ഞ ഈ ഒരു ഭരണസമിതിയുടെ പല രീതിയിലുള്ള ക്രൂരതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ 2020യുടെ ഭരണ പരാജയങ്ങളാണ് എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാബുവും ചേക്കപ്പ് പോലും സംബന്ധിച്ചില്ലേ, മഴുവന്നൂരിൽ പരാജയമാണെന്ന് ഇപ്പോഴും അയാൾ എന്താണ് പറയുന്നത്? പല വീടുകളിലും സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് സാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ഇല്ലേ എന്ന് ചിന്തിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തന്ത്രശാലിയായ ഒരു വ്യക്തിയാണ് സാബുവും ചേക്കപ്പ്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിൽപ്പന നടത്തണമെന്ന് അയാൾക്ക് നന്നായി അറിയാം. അയാളുടെ പ്രൊഡക്റ്റ് അയാൾ വിൽപ്പന നടത്തുന്നത് പോലെ രാഷ്ട്രീയം വിൽപ്പന നടത്താൻ അയാൾ ശ്രമം നടത്തി. അതിൽ അയാൾ വിജയിച്ചു. പക്ഷെ ആ വിജയം അതൊരു താൽക്കാലിക വിജയം മാത്രമായിരുന്നു. അതിന്റെ ഡിമാൻഡ് നേരെ ഇടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് മൂടിവെക്കാൻ ശ്രമം നടത്തിയ ഒരു ഏകാധിപതിയുടെ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് നമ്മളിപ്പോൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരോട്ട് കുറഞ്ഞാൽ അത് സാബുവിന് ക്ഷീണമാണ്. സാബുവിന്റെ മുഖം, ആ മുഖം അദ്ദേഹത്തിന്
വലിയ തോതിൽ തന്നെ സംരക്ഷിക്കണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചേ മതിയാകൂ. പക്ഷേ അത് ഇത്തവണ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വോട്ടർമാരുമായി സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിമത്ത ഭരണമൊക്കെ കഴിഞ്ഞുവെന്നും ജന്മിത്ത ഭരണമൊക്കെ കഴിഞ്ഞുവെന്നും സാബുവും ജേക്കബിനെ വോട്ടർമാർ മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതോ കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കിട്ടാത്ത സാബുവും ജേക്കബിനെ 2025 എന്തായാലും ഇത് ഇന്ന കാലഘട്ടം എന്താ എന്ന് വോട്ടർമാർ കാണിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരള ന്യൂസ് 60 2020-ക്കെതിരെയും സാബുവിനെതിരെയും നിരന്തരം വാർത്തകൾ ചെയ്യുന്നു. സാബുവിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയാം. സാബുവും ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു രീതിയിലുള്ള വൈരാഗ്യമില്ല. ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ സാബുവും ജേക്കബ് വിജയമാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അയാളുടെ സ്ഥാപനത്തോടോ അല്ലെങ്കിൽ അയാളെന്ന വ്യക്തിയോടോ നമ്മുടെ ചാനലിനോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രവർത്തകർക്കോ യാതൊരു രീതിയിലുള്ള ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു താല്പര്യക്കുറവോ ഒന്നുമില്ല. പക്ഷെ അയാളുടെ പാർട്ടിയോടും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ അയാൾ നടത്തുന്ന പല ഗുണപ്രചരണങ്ങളോടും നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ പല ചാനലുകൾക്കും പരസ്യം കിട്ടുന്നത് കൊണ്ട് മുതലാളി സൂപ്പറാണെന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ ശങ്കൂതുമായിരിക്കും. പക്ഷെ അതിന് കേരള ന്യൂസ് 60 ചാനലിനെ കിട്ടില്ല എന്ന് ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ അധ്യക്ഷനും നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ നിരന്തരം നമുക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത്, എനിക്കെതിരെ വധഭീഷണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പല ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിലൊന്നും മുട്ടുകുത്തില്ല എന്ന് അവരുടെ ശിങ്കിടികളോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാനും. ഒപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം അത്തരം ആ ഒരു പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് നമ്മുടെ ഈ ചാനൽ എന്നുള്ള കാര്യം പലർക്കും അറിയാം. ഇനി സാബു നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സാബുവിന്റെ പാർട്ടി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നൊക്കെ നമ്മൾ അവിടെ പോയി പരിശോധിച്ച് അത് സത്യമാണ് എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമാണ് നമ്മൾ തെളിവ് സഹിതം വാർത്ത പുറത്തേക്ക് ഇടുന്നത്. അല്ല സാബുവും ജേക്കബ് പൊട്ടിക്കുന്നത് പോലെ എന്റെ ഒരു ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ള ഗീർവാണങ്ങളൊന്നും നമ്മൾ പറയാറില്ല. സാബു ഒരു ഡയലോഗ് അടിക്കും, പിന്നെ നമുക്ക് അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവ് ഉണ്ടാവുകയില്ല, ചുമ്മാ ഗീർവാണടി മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേരള ന്യൂസ് 60 ചാനൽ. ഞങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള എല്ലാ വാർത്തകളും തെളിവുകൾ വെച്ചിട്ടുള്ളതാണ്. അവിടെ ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അത് അടച്ചുപൂട്ടിയ കാഴ്ച നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഒപ്പം അവിടെ സ്റ്റാൻഡ് പൂട്ടിയത് എങ്ങനെയാണ് സാബുവും ജേക്കബ് എന്ന് നമ്മൾ തെളിവ് സഹിതം നമ്മൾ നിരത്തുന്നുണ്ട്. ഇപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാബുവും ജേക്കബ് നുണകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് 2020 എന്ന് ഞങ്ങളിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? സാബുവിന്റെ പല സൈബർ കീടങ്ങളൊക്കെ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുന്നുണ്ട്. വേട്ടപ്പട്ടികളെ, ഈ നിലാവരെ നോക്കി കുരയ്ക്കുന്ന വേട്ടപ്പട്ടികളെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ആണ് മറുപടി പറയാത്തത്. അതുകൊണ്ട് ക്ഷമിക്കുക. ഇനി ഞാൻ പറയുന്നത് മുഴുവൻ നുണയാണെങ്കിൽ സ്വാഭാവികമായും ഈ കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് ഇത് നുണയാണെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കിഴക്കമ്പലത്തെ ഒരു ജനം പോലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും നുണയാണെന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വിട്ട് കാണാത്തത്? ഇനിയിപ്പോ ഇടാമായിരിക്കും കേട്ടോ. കിഴക്കമ്പലം എന്നൊക്കെ ഫേക്ക് ഐഡി ഉണ്ടാക്കി ചിലപ്പോൾ ഇടുമായിരിക്കും. ഇതുവരെ ഇട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യുന്നത് മുഴുവൻ സത്യമാണെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ ഒരു വാർത്ത കിട്ടിയാൽ അവിടെ പോയി അന്വേഷിച്ച് അതിന്റെ വസ്തുത കണ്ടെത്തിയ ശേഷം മാത്രമേ വാർത്ത ചെയ്യാറുള്ളൂ എന്നുള്ള കാര്യം അവിടെയുള്ള ജനങ്ങൾക്കറിയാം. എന്റെ വാർത്ത ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നതും 2020 പഞ്ചായത്തുകളിലാണ്. അവരുടെ പ്രവർത്തകർ പോലും ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ പേജുകൾ പോലും ഷെയർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പലരും ഷെയർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ കേരള ന്യൂസ് 60 പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കി രാജിവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, അല്ലെ? രാജിവെച്ച ആളുകൾ പറഞ്ഞ പല വെളിപ്പെടുത്തലുകളും നമ്മൾ ഈ വഴി കണ്ടു. അതായത് ഒന്നും കിട്ടാത്തതുകൊണ്ട്, പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ ആക്ഷേപങ്ങളാണ് അവർ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കട്ടെ. അതൊരു മോങ്ങലായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 1 കിലോ അരി മേടിക്കാനുള്ള പൈസയൊക്കെ എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. ഇവന്റെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കഴിച്ചാൽ ദഹിക്കില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ഇടാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടരുക. മേടിച്ച് ആ പുള്ളിയുടെ ഡയലോഗ് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അത് അയാൾക്ക് വേണ്ടിയുള്ള പാദസേവ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഞാൻ ചെയ്യുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ആക്ഷേപമുള്ള ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായി എന്റെ കൂടെ വരാം, ഞാൻ ആ സ്ഥലങ്ങൾ കാണിച്ചു തരാം, ഞാൻ ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാമെന്ന് പറയാറുണ്ട്. പക്ഷെ ആരും ആ വെല്ലുവിളി ഏറ്റെടുക്കാറില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ 2020-യുടെ ചില ആളുകൾ പറഞ്ഞിട്ടിരുന്ന കമന്റുകളാണ്. അവിടെ ഇഷ്ടപ്രകാരം അവരിടുന്നതല്ല. നമ്മൾ വാർത്ത വരുന്നു, വാർത്ത വന്ന ശേഷം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇവർ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കേരള ന്യൂസ് 60 വാർത്ത വന്നിട്ടുണ്ട്, എല്ലാവരും കയറി നെഗറ്റീവ് കമന്റ് ഇട്ടോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ കയറി നെഗറ്റീവ് കമന്റ് ഇടുന്നു. അങ്ങനെ നെഗറ്റീവ് കമന്റിലൊന്നും നമ്മൾ വീണ് പോകുന്നവരല്ല എന്ന് 2020-ക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ചാനലിന് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണയാണ്. അതാണ് ഏറ്റവും വലിയ പിന്തുണ എന്ന് ഞാൻ പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. 2020-യുടെ അരാഷ്ട്രീയവാദത്തെ, നുണപ്രചരണങ്ങളെയൊക്കെ ജനങ്ങൾ പ്രതിരോധിക്കും. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ 2020 തോൽപ്പിക്കുമോ എന്ന് ചോദിക്കും. എന്റെ പണി രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ആരെയും ഒന്ന് തീർത്തു കളയാൻ
ആഗ്രഹമൊന്നുമില്ല. എന്റെ പണി ഇതാണ്. ചില ആളുകൾ പറയും 13 കഴിഞ്ഞാൽ ഇവിടെ കാണണമോട്ടോ ഈ ചാനൽ എന്നൊക്കെ പറയാറുണ്ട്. ഒരു 10 വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, അപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടിയതല്ലോ. എത്ര തവണ എത്ര നമ്മള് സമരങ്ങൾ നടത്തി ശബ്ദങ്ങൾ ഉയർത്തിയ ശേഷമാണ് നമ്മൾ അതങ്ങനെ നേടിയെടുത്തത് അല്ലെ? അതാണ് എനിക്ക് അവരോട് പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു വെക്കട്ടെ. പിന്നെ എന്നെ അന്തം കൊങ്ങിയും ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നുള്ളൂ. അതിനൊന്നും യാതൊരു തർക്കവും എനിക്കില്ല. എന്നെ ഇങ്ങനെ തന്നെ കാണണം അങ്ങനെ തന്നെ കാണണം എന്നൊരു വാശിയുള്ള ഒരാളൊന്നും അല്ല ഞാൻ. ഇനി നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സാബു പറയുന്നത് പോലെ അയാൾ ഭരിക്കുന്ന ഇടങ്ങളൊക്കെ സ്വർഗങ്ങളായിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബുവിന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് സാബുവിന്റെ പഞ്ചായത്തുകൾ പോലും, സാബു ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോലും വേണ്ട ആ സ്ഥാനാർത്ഥി എന്ന് വിധി എഴുതിയത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം പുതിയ പഞ്ചായത്തുകൾ, അതായത് സാബുവും ചേക്കപ്പ് പിടിച്ച പുതിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് മനസ്സിലായി അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു കൊടിയ വിഷമാണെന്ന്. എന്തായാലും ഈ നിയമസഭ എന്നല്ല, ഇനി ഒരു കാലഘട്ടത്തിലും ഈ പാർട്ടി എന്തായാലും ഒരു വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിന് ഒരു വളർച്ച പ്രാപിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല. 2026 അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ പാർട്ടി ആട്ടപ്പടലം തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നുണകൾ കൊണ്ട് കെട്ടിയ കൊട്ടാരങ്ങൾ ഒരു കാലഘട്ടത്തിലും നിലനിന്നിട്ടില്ല. അത് ഇങ്ങനെ തകർന്നു വീണ ചരിത്രമേ ഉള്ളൂ. അത് നമ്മൾ വീണ്ടും വീണ്ടും പലരിലൂടെയും കാണുന്നു. ഇപ്പൊ സാബുവിലൂടെയും 2020 കാണുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.